ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ മാമൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗാണ് കേട്ടോ. കുറച്ചധികം കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. ഇതിനെ ഭയങ്കര ഒരു ലോങ് വീഡിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതിൻ്റെ 4.something എറ്റേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഡ്യൂറേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കാറിലാണ് പോയത്. ഒരു ബസ്സും കൂടെ ഉണ്ടായിരുന്നു, ഒരു ബസ്സും 3 കാറും അങ്ങനെ എന്തോ ആയിരുന്നു. നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 hour 2 hour അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു വട്ടം ഇതിൻ്റെ മുന്നേ പോയിട്ടുള്ളൂ. അത് നമ്മൾ മുട്ടായി കൊടുക്കുന്ന ആ ചടങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വഴിയൊക്കെ തെറ്റി കുറേ കറങ്ങി തിരിഞ്ഞ് നന്നായിട്ട് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. ഈ ക്ലിപ്പ് കാണുമ്പോഴേ ഞാൻ എന്ത് തേങ്ങ പറയുന്നു വിചാരിക്കേണ്ട. മറ്റേ ഇല്ലുമിനാറ്റി ഇല്ലേ, ആ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിയും കൊണ്ടിരിക്കുകയാണ്. ചിന്നേച്ചി നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ കണ്ട് ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് ക്യാമറ കാണുമ്പോഴേക്കും ചിന്നേച്ചി ഇറങ്ങി ഓടുമായിരുന്നു. സോ അങ്ങനെ ഒരു 1.5 hour ട്രാവലിന് ശേഷം നമ്മൾ അവിടെ എത്തി. കാറ് പാർക്ക് ചെയ്ത് നമ്മൾ കാറിൽ മറ്റേ കൊടുക്കാനുള്ള മുട്ടായും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഉണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെയോ വിട്ട് പറഞ്ഞയച്ച് മേടിപ്പിച്ചാണ് മുല്ലപ്പൂ. ബട്ട് ദെൻ ദ പ്രോബ്ലം ഈസ്, ആ മുല്ലപ്പൂ മുടിയിൽ നിൽക്കുന്നില്ല. എൻ്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്തുകൊണ്ട് അതിലത് നിൽക്കുന്നില്ല. കുറേ സമയം എന്തൊക്കെയോ കാട്ടിയിട്ടൊക്കെ ആട്ടോ നിർത്തിയത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളൂ. അങ്ങനെ അമ്മയും എല്ലാവരും വന്നു. എന്നിട്ട് നമ്മൾ ചേച്ചീനെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. അത് അങ്ങനെ ഒരു ചടങ്ങാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിലുള്ളവർ വന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഈ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ചെക്കൻ്റെ അമ്മ മറ്റേ വള ഇട്ട് കൊടുക്കും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അത് കാണാം. പിന്നെ അതേപോലെ പിന്നെ ഒരു റിങ് എക്സ്ചേഞ്ച് ഉണ്ട്. അത് എന്താ പറയുക, ഈ ചെക്കൻ തന്നെയാണ് റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വള എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് ടൈറ്റായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് കൊണ്ടു. ഈ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ ഈ കല്യാണത്തിനുള്ള ഡേറ്റും കൂടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് നവംബറിലേക്കാക്കി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂൺ അതിൻ്റെ വ്ളോഗ് ഉണ്ടാവും. അപ്പോൾ ഇനിയാണ് ഈ റിങ് ഇടുന്ന ചടങ്ങ് കേട്ടോ. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഓക്കെ വാട്ടെവർ. അപ്പോൾ റിങ് ഇടുന്ന വീഡിയോ, അതായത് അവർ റിങ് ഇടുന്ന സമയത്ത് ഞാൻ വേറെ എവിടെയായിരുന്നു. നല്ല തിരക്കേനി കേട്ടോ അവിടെ. വീട്ടിൽ തന്നെ വെച്ച് എൻഗേജ്മെൻ്റ് അല്ലേ, അപ്പോൾ വീട്ടിൽ തന്നെ വെച്ച് നടത്തുമ്പോൾ അത്ര ഭയങ്കര സ്പേഷ്യസോ കാര്യങ്ങളൊന്നുമല്ല. നല്ല തിരക്കായപ്പോൾ ഞാൻ മെല്ലെ ബാക്കിലേക്ക് പോയി. കാരണം എൻ്റെ കാലുമൊക്കെ ആരൊക്കെയോ ചവിട്ടുണ്ട്, അല്ലെങ്കിലേ ആകെ മുറിയും കഷ്ടപ്പാടുമാണ്. അതിനിടയിൽ കൂടെ ചവിട്ടി ഇതാക്കണ്ടല്ലോ. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അവിടെ സ്റ്റേജിൽ ഓരോരുത്തർ ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു. കാരണം മാച്ചിക്കൊക്കെ വേറൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിന് പോകണം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകണം. എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒന്നാമത് ചിക്കൻ 65 എവിടെ കണ്ടാലും ഞാൻ അവിടെ വീഴും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സ്റ്റേജിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. 2 ക്യാമറ 3 ക്യാമറ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് ഏതൊക്കെയാണ് നോക്കി ചിരിക്കേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കുറേ നേരം നിന്ന്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഫേസ് ചെയ്യണ്ട. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഈ കല്യാണത്തിന് പോയിട്ട്, പ്രത്യേകിച്ച് ഈ കുടുംബക്കാരൊക്കെ ഇടയിൽ ഈ സ്റ്റേജിൽ കയറിക്കും മടിയുണ്ട് ഒരുമാതിരി, എന്തോ ഒരു സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.